നടിക്കെതിരായ ആക്രമണത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. പോലീസ് ഫലപ്രദമായാണ് അന്വേഷിക്കുന്നതെന്നും പൊതുസമൂഹത്തിനും നടിക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടതാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നും മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങളിലേക്ക്. സോമി, പ്രധാനമായും നടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഫലപ്രദമായ അന്വേഷണം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. ഇതിൽ ഫലപ്രദമാണ് അന്വേഷണം, പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്ന അന്വേഷണം എന്നുള്ളത് ശരിവെക്കുന്നത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും നടിയിൽ നിന്നും ഒക്കെയായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ശേഷിക്കുന്നത് ഈ സംഭവം ഉണ്ടായി ഉടൻ തന്നെ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇനി ശേഷിക്കുന്നത് പ്രധാന പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ത്വരിതമായ നടപടികൾ തന്നെയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സോമി, ഒപ്പം തന്നെ ഷീജ, മന്ത്രിസഭാ തീരുമാനങ്ങൾ സംബന്ധിച്ചും സർവകക്ഷി സംഘം സംസ്ഥാനത്തെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതും അതുപോലെ സംസ്ഥാനത്തെ വരൾച്ച പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടും ദില്ലിക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സോമി, പ്രധാനമായും രണ്ട് വിഷയത്തിലാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നത്. അതിൽ സുപ്രധാനമായ വിഷയം വരൾച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സംസ്ഥാനം അതികഠിനമായ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും വരൾച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു സർവകക്ഷി സംഘം ദില്ലിക്ക് പോകാനാണ് ഇപ്പോൾ ഏതായാലും തീരുമാനിച്ചിരിക്കുന്നത്. ദില്ലിയിലെത്തി നേരിട്ട് തന്നെ ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. പ്രധാനമായും കേരളത്തെ വരൾച്ചാ ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഈ ആവശ്യം കേന്ദ്രത്തിൽ ഉന്നയിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികൾ എല്ലാം തന്നെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതികഠിനമായ ഇതുവരെയും കേരള ചരിത്രം നേരിടാത്ത തരത്തിലുള്ള ഒരു വരൾച്ചയാണ് സംസ്ഥാനം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം ലഭിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സർവകക്ഷി സംഘം ദില്ലിയിൽ ചെന്ന് ഈ വിഷയങ്ങൾ എല്ലാം തന്നെ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ കൂടുതൽ ധനസഹായത്തിന് വേണ്ടി പ്രത്യേകിച്ചും എൻഡിആർഎഫിൽ നിന്നും കൂടുതൽ ധനസഹായം സംസ്ഥാനം ആവശ്യപ്പെടാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന് റേഷൻ പ്രതിസന്ധിയാണ്. റേഷൻ പ്രതിസന്ധിയിൽ പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നിവേദനം വീണ്ടും കേന്ദ്ര സർക്കാരിന് നൽകാനാണ് ഇപ്പോൾ ഏതായാലും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം മെട്രിക് ടണ്ണോളം ഭക്ഷ്യധാന്യങ്ങളുടെ കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ ഭക്ഷ്യധാന്യം വെട്ടിക്കുറച്ചത് തന്നെയാണ് പ്രധാനമായും റേഷൻ പ്രതിസന്ധിക്ക് സംസ്ഥാനം ഇത്രത്തോളം വലിയൊരു റേഷൻ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കടത്തിവിട്ടിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വെട്ടിക്കുറച്ച ഭക്ഷ്യവിഹിതം പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇത് വീണ്ടും സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യമായി സംസ്ഥാനത്തിന്റെ നിവേദനമായി കേന്ദ്രത്തിൽ നൽകുന്നതായിരിക്കും. ഇതായിരുന്നു സർവകക്ഷി യോഗം സംബന്ധിച്ച് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. നീറ്റിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രവേശന പരീക്ഷ സംബന്ധിച്ചുള്ള വിഷയവും ഇന്ന് സർവകക്ഷി യോഗം ചർച്ച ചെയ്യാനിരുന്നതാണ്. എന്നാൽ ഈ വിഷയം മാറ്റിവെക്കുകയായിരുന്നു. മറ്റ് 2 വിഷയങ്ങളിൽ പ്രധാനമായും ഊന്നിക്കൊണ്ടായിരുന്നു ഇന്ന് സർവകക്ഷി യോഗത്തിൽ ചർച്ചകൾ നടന്നത്. കൂടാതെ വരൾച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടാൻ ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ പ്രതികളെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഗവർണർ തിരിച്ചയച്ചു ആ അപേക്ഷ എന്ന തരത്തിൽ വാർത്തകൾ വന്നതാണ്. അത് തീർത്തും തെറ്റാണ്. ആ രീതിയിലല്ല കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തന്നെ കുറച്ച് പ്രതികൾ, അതായത് ശിക്ഷാ കാലയളവ് കഴിയാറായവർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത്തരം പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ അർഹരായിട്ടുള്ളവരെ മാത്രമാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യമാണ് ആ പട്ടികയാണ് സർക്കാർ ഏതായാലും ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. ഗവർണർ അതിൽ ചില വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു. അത് സംസ്ഥാന സർക്കാർ ഏതായാലും വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നു. ഏതായാലും അനർഹരായ ഒരു കുറ്റവാളിയെ പോലും വെറുതെ വിടാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. സോമി, ഷീജ, ഒപ്പം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ സുപ്രധാനമാണ് ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ടല്ലോ.
തീർച്ചയായും കസ്തൂരി രംഗനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെടാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പുറമെയാണ് വലിയ തോതിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പലതരത്തിൽ വാർത്തകൾ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവനക്കാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് ഒരു പൊതു മാനദണ്ഡം കൊണ്ടുവരാനായി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഇതേതായാലും എല്ലാ സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സോമി, മന്ത്രിസഭായോഗ തീരുമാനങ്ങളും ഒപ്പം തന്നെ സർവകക്ഷിയോഗ തീരുമാനങ്ങളും വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത് സംബന്ധിച്ച വിവരങ്ങളാണ് ഷീജ നൽകിയത്.